പരമ്പരാഗതമായി നമ്മുടെ ക്യാൻസർ രോഗ ചികിത്സയ്ക്ക് നമ്മൾ കീമോതെറാപ്പി, സർജറി, റേഡിയോതെറാപ്പി എന്നിവയാണ് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ പുതുതായിട്ടൊരു ചികിത്സാ രീതി കൂടെ നമ്മുടെ കൂടെ ഇപ്പം കയ്യിൽ വന്നിട്ടുണ്ട്. കീമോതെറാപ്പി നമ്മൾ ഇഞ്ചക്ഷൻ രൂപത്തിലോ ഗുളിക രൂപത്തിലോ കൊടുത്ത് ശരീരം മൊത്തം പടർന്നു പിടിച്ച് ബ്ലൈൻഡ് ആയിട്ട് എല്ലാ ക്യാൻസർ കോശങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്നതാണ് ഈ കീമോതെറാപ്പി. അപ്പം ഇമ്മ്യൂണോതെറാപ്പി എന്താണ് വ്യത്യസ്തമായി ചെയ്യുന്നത്? അപ്പം ആദ്യം നമ്മുടെ ശരീരത്തിലെ ഒരു ക്യാൻസർ കോശോ അല്ലെങ്കിൽ ഒരു വൈറസോ ബാക്ടീരിയയോ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണിറ്റി, അത് കൂടുതലായിട്ടും നമ്മൾ എഫക്റ്റ് ആവുന്നത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, അതായത് വെളുത്ത രക്താണുക്കൾ വഴിയാണ്. അപ്പോൾ ഈ വെളുത്ത രക്താണുക്കൾ വൈറസിനെയോ ബാക്ടീരിയയോ അല്ലെങ്കിൽ ക്യാൻസർ കോശത്തെയോ പോയി അറ്റാക്ക് ചെയ്യും. അത് ആരംഭഘട്ടത്തിലെ അത് നശിപ്പിച്ചു കളയും. നമ്മുടെ ഈ ക്യാൻസർ കോശങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റു പല വഴികളും തേടും ഈ ഇമ്മ്യൂണിറ്റീനെ ഒഴിവാക്കാൻ വേണ്ടി. അപ്പം ഇത് പല രീതിയിൽ വരാം. ഒന്നെങ്കിൽ ആ വൈറ്റ് ബ്ലഡ് സെൽസിൽ നിന്ന് ഇത് പുതുതായിട്ട് ആന്റിജൻസ് ഉണ്ടാക്കാതെ ഒളിച്ചിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇമ്മ്യൂൺ ചെക്ക് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അപ്പം ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്മ്യൂൺ ആക്ടിവേഷനെ, അതായത് ഇമ്മ്യൂണോതെറാപ്പി ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഒരു വണ്ടിയാണെന്ന് വെക്കുക. അപ്പം ഈ വണ്ടിക്ക് വേണ്ട ഒരു ബ്രേക്ക് ആയിട്ടാണ് ഈ ഇമ്മ്യൂൺ ചെക്ക് പോയിന്റ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ക്യാൻസർ കോശങ്ങൾ ഈ ബ്രേക്ക് നല്ല പോലെ അങ്ങ് ചവിട്ടും. അപ്പം ഈ ബ്രേക്ക് ചവിട്ടുമ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് രോഗപ്രതിരോധ ശേഷിയെ അത് തടഞ്ഞു വെക്കും ഈ ബ്രേക്ക്. അല്ലാതെയും മറ്റു പല മാർഗങ്ങളുമുണ്ട്. അപ്പം നമ്മൾ ഈ ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പി ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇമ്മ്യൂൺ ചെക്ക് പോയിന്റ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മരുന്നുകളാണ്. അപ്പം ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ ബ്രേക്ക് അവരങ്ങ് മാറ്റും. ബ്രേക്ക് മാറ്റുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കുള്ള കോശങ്ങൾ കൃത്യമായി നമ്മുടെ ക്യാൻസർ കോശങ്ങളെ കണ്ടുപിടിക്കുന്നു. അതിനെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി തന്നെ പോയിട്ട് ആ കോശങ്ങളെ നശിപ്പിച്ച് കളയുന്നു. ക്യാൻസർ ഫ്രീ ആയി മാറും. ഇത് കീമോതെറാപ്പിയിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. കീമോതെറാപ്പിക്ക് മുടി കൊഴിച്ചിൽ, ഛർദി, പുണ്ണ്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇമ്മ്യൂണോതെറാപ്പിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ടല്ല അറ്റാക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ കൊണ്ടാണ്, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയുള്ള കോശങ്ങളെ കൊണ്ടാണ് നമ്മുടെ ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ പോലെ പരമ്പരാഗതമായിട്ടുള്ള ഭയങ്കര സൈഡ് ഇഫക്ട്സ് ഉള്ള അങ്ങനത്തെ ഒരു സാധനമല്ല. ഇതിൻ്റെതായിട്ടുള്ള കുറെ സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പം ലിവറോ ഹാർട്ടോ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് ഒളിച്ചിരിക്കുന്നതും ഇതേ ബ്രേക്ക് വെച്ചിട്ടാണ്. അപ്പൊ ഈ ബ്രേക്ക് മാറ്റുമ്പോൾ ചിലപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ പോയിട്ട് ആ കോശങ്ങളെ അറ്റാക്ക് ചെയ്യാം. അത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. അപ്പം ഓട്ടോ ഇമ്മ്യൂൺ ഒരു ഫിനോമിന, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ പോയിട്ട് നമ്മുടെ ലിവറിനെയോ ഹാർട്ടിനെയോ അല്ലെങ്കിൽ കിഡ്നിയോ പോയി അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നമുക്കത് ട്രീറ്റബിൾ ആണ്. അത് സ്റ്റീറോയിഡ്സ് ഒക്കെ കൊടുത്ത് നമുക്കത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് സൈഡ് ഇഫക്ട്സും കുറവാണ്, എന്നാൽ നമുക്ക് ഗുണവും നല്ലപോലെ ഉണ്ട്. അപ്പം എല്ലാവരിലും എന്തുകൊണ്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പം നമുക്ക് ഇതിന് ഈ ഇമ്മ്യൂണോതെറാപ്പി എല്ലാ ക്യാൻസറുകളിലും എല്ലാ സ്റ്റേജസിലും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രത്യേക ക്യാൻസറുകളും പ്രത്യേക സ്റ്റേജുകളും ഉണ്ട്. അതായത് ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണോതെറാപ്പി വർക്ക് ആവുന്നത് മെലനോമ, കിഡ്നി ക്യാൻസർ തുടങ്ങിയ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് കൂടുതലായിട്ട് വരുന്ന ക്യാൻസറുകളിലാണ്. അപ്പം ഇത് അല്ലെങ്കിൽ ലങ് ക്യാൻസർ, ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റുകൾ ചെയ്യും. അത് MSI ടെസ്റ്റിംഗ് അല്ലെങ്കിൽ PD-L1 ടെസ്റ്റിംഗ് തുടങ്ങിയ ടെസ്റ്റുകൾ അത് പോസിറ്റീവ് ആണെങ്കിലാണ് കൂടുതലായിട്ടും നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ക്യാൻസർ ഇപ്പം ഓപ്പറേഷന് മുന്നേ യൂസ് ചെയ്യാം ചില രോഗികളിൽ ഓപ്പറേഷന് ശേഷം യൂസ് ചെയ്യാം. ചില ആൾക്കാരിൽ ഫോർത്ത് സ്റ്റേജ്, അതായത് അഡ്വാൻസ് സ്റ്റേജിലും നമുക്ക് നല്ല ഗുണമുണ്ടാവും. അപ്പം ഒരു ഉദാഹരണം എന്തുകൊണ്ട് ഞങ്ങളിത് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇപ്പോൾ ഒരു കിഡ്നി ക്യാൻസർ ഉദാഹരണത്തിൽ എടുത്തു കഴിഞ്ഞാൽ, പണ്ട് അതിന്റെ സർവൈവൽ, അതായത് രോഗി ഫോർത്ത് സ്റ്റേജിൽ ജീവിച്ചിരിക്കുന്ന കാലയളവ് ഒരു പരിമിതമായിരുന്നു. അപ്പം ഇമ്മ്യൂണോതെറാപ്പി വന്നതോടെ എല്ലാവർക്കും ഇമ്മ്യൂണോതെറാപ്പി വർക്ക് ആവില്ല. പക്ഷെ വർക്ക് ആവുന്ന ആൾക്കാരിൽ വളരെ ലോങ് ആയിട്ട് നമുക്ക് അതിന്റെ റെസ്പോൺസ് ലാസ്റ്റ് ചെയ്യും. അതായത് ഒരു 3 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്ന ഫോർത്ത് സ്റ്റേജ് ആയിട്ടുള്ള കിഡ്നി ക്യാൻസറോ ലങ് ക്യാൻസറോ ഉള്ള ആൾക്കാരുടെ എണ്ണം നല്ലപോലെ കൂടിയിട്ടുണ്ട്. അപ്പം ഒരു ഭയങ്കര ഡ്രമാറ്റിക് റെസ്പോൺസ് ആണ്. ബട്ട് പേഷ്യൻ്റ് സെലക്ഷൻ ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇമ്മ്യൂണോതെറാപ്പി മറ്റു പല വിധത്തിലുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബ്രേക്ക് മാറ്റാം. അതുപോലെ നമുക്ക് ഇതിന് പുതിയ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കാം. അതാണ് ഈ CAR T സെൽ.
തെറാപ്പി നമ്മുടെ തന്നെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സെൽസിനെ കളക്ട് ചെയ്തിട്ട് ലാബിൽ അത് റീ എഞ്ചിനീയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മേത്ത് തന്നെ അത് തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് പോയി ക്യാൻസർ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ബൈ സ്പെസിഫിക് ടി സെൽ എൻഗേജർ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്. അപ്പം ഇതൊക്കെ അപ്കമിങ് ആണ്. ബട്ട് ഇപ്പം നമ്മൾ ഈ കൂടുതലായിട്ട് ക്ലിനിക്സിൽ യൂസ് ചെയ്തത് ചെക്ക് പോയിന്റ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പം ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പെംബ്രോളിസ്മാബ്, നിവോലിമാബ് എന്ന് പറഞ്ഞ പല മെഡിസിൻസും ഉണ്ട്. അപ്പം ഈ മെഡിസിൻസ് ഭയങ്കരമായിട്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ് ചില ആൾക്കാരിൽ റെവല്യൂഷനൈസ് ചെയ്തു. ഡെഫിനറ്റ്ലി ഇതൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. നിങ്ങളുടെ ഒരു ഓങ്കോളജിസ്റ്റിന്റെ അടുത്ത് ഈ ഇമ്മ്യൂണോതെറാപ്പി നിങ്ങളുടെ ആർക്കെങ്കിലും പരിചയമുള്ള ആർക്കെങ്കിലും ആണെങ്കിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അവരിൽ ഈ ഇമ്മ്യൂണോതെറാപ്പി വർക്ക് ആവുമോ ഇല്ലയോ അതിന്റെ ടെസ്റ്റുകൾ ചോദിക്കാൻ മറക്കരുത്.